അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അപ്പം മലപ്പുറം കിസ്സ നാം പറഞ്ഞു വെച്ചത്, 7-ാം ഭാഗം പറഞ്ഞു വെച്ചത്, ഹസ്സൻകുട്ടി ഖാളിയാർ മലപ്പുറത്ത് അതിമനോഹരമായൊരു പള്ളിക്ക് നേതൃത്വം നൽകി പൊന്നാനിക്കാരനായ ഹസ്സൻകുട്ടി ഖാളിയാർ ഹജ്ജിന് വേണ്ടി പോവുകയുണ്ടായി. ആ തക്കം നോക്കി 2-ാം പാറനമ്പിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് മലപ്പുറം. ആ സമയത്ത് ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുകയാണ്. എന്താണതെന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെ പറയലായിരിക്കും നല്ലത്. ഹീനംബാവിച്ചല്ലോ ജോന്നക്കൂല്ലത്തറുകൾ കെട്ടിനഗർ പള്ളി ചട്ടമാലേം അതിയിലെ കെമ്പത്തെ വാങ്ങും ചൊൽ നാമത്താലും വാനന്നവർക്കിൻ്റെ താനം കൊടുത്തതും ഭാഗ്യം മോർത്തിപ്പൽ ചോദ്യമായേം അധികമേ ബക്കലായി നോം കുലം ബക്കിയല്ലോ. അവരുടെ ഇടയിൽ വെളിച്ചപ്പാട് തുള്ളിപ്പറയാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ വെളിച്ചപ്പാട് ഇങ്ങോട്ട് തുള്ളിപ്പറഞ്ഞാൽ പിന്നെ ആ കാര്യം ഒരു അംഗീകരിക്കും, സ്വീകരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ വെളിച്ചപ്പാട് തുള്ളിപ്പറഞ്ഞതാണ് നമ്മളവിടെ ഈ 2-ാം പാറനമ്പി ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ആദ്യ പാറനമ്പി ഒക്കെ. അതുകൊണ്ട് മുസ്ലിങ്ങളെ കൊണ്ട് നമുക്കിവിടെ താമസിക്കാൻ കഴിയുന്നില്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു വിഭാഗം അങ്ങനെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അന്ന് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വെറുതെ ആക്ഷേപിക്കുക, തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച പിന്നെ കാര്യം വെളുപ്പായ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അന്നത്തെ കാലത്തും അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണേ, ചിത്തിര പള്ളിയും മെത്തനഗരവും ചേർന്നയൽവക്കത്തുർ നാട് എല്ലാം അധികമേ ചൊൻപൊൻ വീളൈന്ത് വിലംപുരിയ. അത് തന്നെ നമുക്കിപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റണില്ല. കാരണം എന്താ, ബാങ്കും അതും ഇതും ഞാൻ പറഞ്ഞില്ലേ ആകെ മണ്ണാങ്കട്ടയിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളി ഇതൊക്കെ ഇവിടുന്ന് പഴക്കി റെഡിയാക്കണം എന്നാണ് ഇപ്പം കോമരം തുള്ളി പറഞ്ഞത്. ഏതായാലും അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ ഒരു ചിന്താഗതിയിൽ അവർ അവിടെ മലപ്പുറത്ത് മുസ്ലിങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയത്താണ് ഇസ്ലാമിൻ്റെ സന്ദേശം പല ഭാഗങ്ങളിലും എത്തി. അങ്ങനെ മലപ്പുറത്തും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തി. ഏതോ ഒരു 4 ആളുകൾ ഏതോ ഒരു ഭാഗത്ത് നിന്ന് ടൂറിസ്റ്റുകളായി കറങ്ങി അവർ ചുറ്റി ലോകങ്ങളൊക്കെ പല രാജ്യങ്ങളൊക്കെ കണ്ട് പല സ്ഥലങ്ങളൊക്കെ കണ്ട് അവർ 4 പേര് മലപ്പുറം പാറനമ്പിയുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിലുള്ള പടിപ്പുരയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആരാണ് ആ 4 ആളുകളെന്ന് ഒരു സർക്കിറ്റിന് വന്നതാണ്. 4 ആളുകൾ ആരാണത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എമ്പാറുടൽ പമ്പും കരുത്തും പെറ്റോർ ഏറ്റം മടൽ തായം ശുചത്തുറ്റോർ ബമ്പർ ഒരു മുണ്ട് റഫീഖൊരുമായി വളരെ ബിലാദുകൾ നടപ്പൊരുമായി. അപ്പോൾ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന, ഭയപ്പെടുത്തുന്ന ഒരു രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹസ്സൻ പോക്കർ. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ഒരു 3 ആളുകളും. ഹസ്സൻ പോക്കർ അല്ലട്ടോ, പിന്നെ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കവി പറയുകയാണ്. ഇവിടെ വിവരിക്കാം. കുംഭക്കാരിയോ കപ്പായമും കണ്ണും കൂട്ടാപോരി വിഷ കൊടിയും മെയ്യും കാണലി കണ്ണും പൂലി മുഖവും
മെത്തേ കരുത്തുമ്പൊർ പാടിപ്പുകവും. അലിമരക്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അസംഭവക്കരല്ല. അലിമരക്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും 3 കൂട്ടാളികളും പാറനമ്പിയുടെ കൊട്ടാരത്തിന് മുമ്പിലുള്ള പടിപ്പുരയിൽ വന്നിരിക്കുകയാണ്. വിശ്രമിക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. പാറനമ്പിയുടെ കൊട്ടാരമാണെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ പാറനമ്പി ഇതെല്ലാം കൊട്ടാരത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. നല്ല കരുത്തന്മാരാണല്ലോ ഇവർ. ചുമ്മാ എവിടുന്നാണ് ഇവർ വരുന്നത്? ഏതായാലും പൊയ്യൻ കന്നീന്തഞ്ചി മൊളിന്തുനക്കൈ ഒരു നീയനൈ കൂടെ തരുവേനൊക്കെ. ഉടനെ തന്നെ പാറനമ്പി ഇവരെ കണ്ടപ്പോൾ ഇവർ എന്തിനും പറ്റുന്ന ആൾക്കാരാണ്. ഇവരെ നമ്മളെ പാറവേരാക്കിയാൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണിക്ക് നിർത്താൻ പറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മന്നൻ പറഞ്ഞു, ഒരു പട്ടാളക്കാരനെ വിളിച്ചിട്ട് നമ്മുടെ പടിപ്പുരയുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു 4 ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു 4 ആളുകളോട് ഇട്ട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നമ്പിയുടെ ഉപദേശം കേൾക്കേണ്ട താമസം അതാ ഒരാൾ വേഗം ഓടിച്ചെന്ന് പാറനമ്പിയുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഒരുക്കി വെച്ച അതിമനോഹരമായ ആ പടിപ്പുരയുടെ താഴ്ഭാഗത്തിരിക്കുന്ന 4 ആര് കണ്ടാലും വിറച്ചു പോകുന്ന 4 കേസരികളാണ്. അത് ഒന്ന് അലിമരക്കാരായിരുന്നു, മറ്റൊന്ന് കുഞ്ഞി മുഹമ്മദ് സാഹിബ്. മറ്റ് 2 പേരുടെ പേരുകൾ എന്താണെന്ന് നമുക്ക് പിന്നെ അറിയാം. ഏതായാലും 4 സംഘമടങ്ങുന്ന 4 ആളുകളടങ്ങുന്ന സംഘമാണ് പാറനമ്പിയുടെ ആ പടിപ്പുരയിൽ ഇരിക്കുന്നത്. പട്ടാളക്കാരൻ ചെന്നവരെ വിളിച്ചു, നിങ്ങളെ നമ്പി കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കേണ്ട താമസം വയ്യും മുറച്ചുറ്റേ കാവല് ബോധ്യമായി പമ്പർ അതുപോലെ പോറുപോരുമായി. ഇവർ 4 ആളുകളെയും കൂട്ടി ഭടൻ പാറനമ്പിയുടെ ഭടൻ കാര്യസൻ അങ്ങോട്ട് കയറി ചെന്നു. പാറനമ്പി ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു, എവിടുന്നാ വരവേ? മാവണ്ടിയിൽ പറയും പോലെ എന്താ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നാട് കാണാൻ ഇറങ്ങി തിരിച്ചവരാണ്. ഏതായാലും നിങ്ങൾ നാട് കാണാൻ ഇറങ്ങി തിരിച്ചവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ കൊണ്ടൊരു സൂത്രം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൊട്ടാരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാകതയും പക്വതയുമുള്ള ആളുകളാണ് നിങ്ങളെ കാണുമ്പോൾ. അതുകൊണ്ട് ഞാനൊരു കാര്യം, ഒരു പണി, ഒരു ജോലി നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിച്ചു. അലിമരക്കാർ പറഞ്ഞു, നിങ്ങളുടെ ജോലിക്ക് നിൽക്കാൻ വന്നവരല്ല ഞങ്ങൾ, പക്ഷേ എന്നാലും നിങ്ങൾ ഇത്രയും സ്നേഹപുരസ്പരം പറഞ്ഞ സ്ഥിതിക്ക് അത് ഞങ്ങൾ ഏൽക്കാം. എന്താണ് എന്ന് വെച്ചാൽ 1 മാസം ഒന്ന് വേണമെന്ന് നോക്കി കാര്യം ചെയ്യും. ഞങ്ങളേതായാലും ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണല്ലോ. 1 മാസത്തോളം ഞാൻ നിങ്ങളുടെ ജോലിയിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ പാട്ടം പിരിക്കുന്ന ജോലിയാണ് എന്ന് നമ്പി പറഞ്ഞു. നികുതി പിരിക്കുന്ന ജോലിയാണ്. ആളുകളുടെ അടുക്കൽ ചെന്ന് നികുതി പിരിക്കുക. എന്നിട്ട് ഇടരാതാരുളു ദേശം പാരതി ചുറ്റും ഇടന്താൽ കൂല കൊന്നും പിടിത്ത് വിറ്റും എടുക്കും മുതലുകളിൽ പകുതി തൻ്റെ യജമാൻ താനക്കിന്തും പല നാൾ ചെണ്ടേ. അപ്പോൾ പാറനമ്പി അവരോട് പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പാട്ടം പിരിക്കുന്ന നികുതി പിരിക്കുന്ന ജോലിക്ക് ഞാൻ ആക്കിയിരിക്കുന്നു, ആ പണി നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് അലിമരക്കാരോട് പറഞ്ഞു. അലിമരക്കാരെ കണ്ടാൽ ആരും പാട്ടം തരുമെന്ന് നമ്പിക്കറിയാം. അതുകൊണ്ട് ആ ജോലി അലിമരക്കാരെ പാറനമ്പി പാട്ടം പിരിക്കുന്ന ജോലിയിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല 1 മാസത്തോളം നിൽക്കാമെന്നുള്ള ആ ഉദ്ദേശത്തിൽ അലിമരക്കാരും പാട്ടം പിരിക്കാൻ തുടങ്ങി. ഒരു കരാറുകൂടി പാറനമ്പി പറഞ്ഞു, പിരിക്കുന്ന കാശിൽ പകുതി നിങ്ങൾ എടുക്കുക, പകുതി ഖജനാവിൽ അടച്ചാൽ മതി എന്ന് ഒരു കാര്യം കൂടി പാറനമ്പി പറഞ്ഞിരുന്നു. ഏതായാലും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി സംഭവിക്കാൻ പോകുകയാണ്. അലിമരക്കാർ അവസാനം പാട്ടം പിരിച്ച് ചെന്നെത്തിയത് പാറനമ്പിയുടെ കുടുംബക്കാരുടെ അടുക്കലായിരുന്നു. പാറനമ്പിയുടെ കുടുംബക്കാരുടെ അടുക്കലെത്തിയപ്പോൾ അവർ പറഞ്ഞു, പാട്ടം പിരിക്കാൻ നികുതി പിരിക്കാൻ ഇത്രയും കാലമായിട്ട് എവിടെ ആരും വന്നിട്ടില്ല, നീ ആരാനടാ
എന്ന് ചോദിച്ചവർ ഭീഷണിപ്പെടുത്തി. അലിമരക്കാരോട് പറഞ്ഞു, ഞങ്ങൾ പാറനമ്പിയുടെ കുടുംബക്കാരാണ്, ഞങ്ങളുടെ അടുക്കൽ ഇത്രയും കാലമായി ആരും നികുതി പിരിക്കാൻ വന്നിട്ടില്ല. ഉടനെ തന്നെ അലിമരക്കാർ പറഞ്ഞു, അത് നിങ്ങൾ പാറനമ്പിയുടെ കുടുംബായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, എനിക്ക് നികുതി തന്നേ മതിയാവൂ, നമ്പി എന്നോട് ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് നികുതി തരണമെന്ന് പറഞ്ഞു. തരൂല എന്ന് പറഞ്ഞപ്പോൾ അലിമരക്കാരതാ അടിമയുടെ കൂട്ടത്തിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വിറ്റിട്ടതിൻ്റെ നികുതിയുടെ കാശ് വസൂലാക്കുകയാണ്. ഇത് കുടുംബക്കാർക്ക് ദഹിച്ചില്ല എന്ന് മാത്രമല്ല, കുടുംബക്കാരതാ ഉടനെ തന്നെ പാറനമ്പിയുടെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുകയാണ്. പിടിത്തോരടിമാവിറ്റവർ മടങ്കൈ പിറക പാതി ഊരാർക്കാരി ശമ്പൊങ്കൈ പൊങ്കി കുടുംബക്കാർ ഉടമക്കാരും പോഷൻ തിരുമുൻപന്താണെന്തവരും. എല്ലാം കുറ്റിയും പറിച്ച് കുടുംബക്കാരൊക്കെ പാറനമ്പിയുടെ കൊട്ടാരത്തിൽ കൊണ്ട് വന്നു. ഇനി ഞങ്ങൾ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും കാലം പാട്ടം പിരിച്ചാൽ ഞങ്ങളെത്ത് കാര്യം വന്നിട്ടില്ല, ഞങ്ങൾ അടിമനെ പിടിച്ച് വിറ്റിട്ടാണ് പാട്ടത്തിൻ്റെ കൂലി നിങ്ങളിപ്പോൾ പിരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആ വ്യക്തി വസൂലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയം മുൻകാലമില്ലെങ്കിൽ പാതിയിൽ തൊല്ല മുന്നോറൊരു പേരും ചെയ്തിട്ടില്ല. അങ്ങനൊരു പരിപാടി മുമ്പ് ആരും ചെയ്തിട്ടില്ല. പാട്ടം തരൂല എന്ന് പറഞ്ഞവർ തിരിച്ചു പോകലാ പതിവ്. അപ്പം ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഈ സമയം കൊടുമക്കിനി ജോന കരുത്തറ് തന്നെ കൊല്ലാതിരിക്കൽ കേട അനേകം മന്ന. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പാറനമ്പി കുടുംബക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുടുംബക്കാരെപ്പാട് കൂടി അങ്ങനെ കണ്ടയിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് എവിടെ പാറനമ്പി മുമ്പ് തന്നെ വാക്ക് കൊടുത്തിട്ടുണ്ട് അലിമരക്കാർക്ക്, പൗതി നിങ്ങളെടുത്തോളിയും പൗതി ഖജനാവിലടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അങ്ങനെ അടവേ മോളിന്തേറ്റം മുതലും നൽകി അത് കേട്ടുടൻ മന്നൻ ചിലരോടേകി. അപ്പോൾ പാറനമ്പി തൻ്റെ കുടുംബക്കാര്യങ്ങൾ മുതൽ നഷ്ടമായിനും അടിമാശ് നഷ്ടമായിനൊന്നും പ്രശ്നമാക്കണ്ട, അതൊക്കെ ഞാൻ തരാം. എന്നിട്ട് പറഞ്ഞു ഉടനെ തന്നെ അവന് ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. അതുകൊണ്ട് അവൻ എവിടെയാണ് പാട്ടം പിരിച്ചെത്തിയതെങ്കിൽ അവനെ കൊണ്ടുവരാൻ ഒരു പട്ടാളക്കാരനെ നിയോഗിക്കുകയാണ്. പാറനമ്പി ഒരു പട്ടാളക്കാരനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എവിടെയാണ് അലിമരക്കാർ പാട്ടം പിരിച്ചെത്തിയതെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരാളെ പറഞ്ഞയക്കുകയാണ്. പോകുന്ന രംഗമാണ് മഹാകവി മൊയ്കുട്ടി വൈദ്യർ വിവരിക്കുന്നത്. കടുവാനവനെ ഞാൻ വിളിക്കുന്നുണ്ട്, കാതിത്തിങ്കുമൈ കൂടെ വരുവീൻ കൊണ്ട്. വേഗം ചെന്ന് അലിമരക്കാർ എവിടെയാണ് പാട്ടം പിരിക്കുന്നത് അവിടെ ചെന്ന് വേഗം വരാൻ പറ, നമ്പി വിളിക്കുന്നുണ്ട് എന്ന് പറയാറ്. ഉടനെ തന്നെ അലിമരക്കാർ പാറനമ്പിയുടെ വാക്ക് കേൾക്കേണ്ട താമസം അലിമരക്കാർ പാട്ടം പിരിക്കുന്ന ഭാഗത്തേക്ക് ആ പാറനമ്പിയുടെ ഭടൻ അതിശീഘ്രം കുതിക്കുകയാണ്. വിടകെട്ടവർ പോയി വിണ്ടരുളുകെട്ടതായി വേഗം പുലിയാണോർ പുറപ്പെട്ടതായി. പാറനമ്പിയുടെ ഉത്തരവ് കിട്ടേണ്ട താമസം പട്ടാളക്കാരൻ അതിശീഘ്രം അതിവേഗത്തിൽ അലിമരക്കാർ പാട്ടം പിരിക്കുന്ന ഭാഗത്തെ ലക്ഷ്യമാക്കി തിരിക്കുകയാണ്. അവിടെ എത്തിച്ചേർന്ന് പറഞ്ഞു, നിങ്ങളെ പാറനമ്പി വിളിക്കുന്നുണ്ട്, നമ്പി നിങ്ങളെ വിളിക്കുന്നുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പാട്ടം പിരിച്ചിട്ട് ഇനി ഒരുപാട് സ്ഥലങ്ങൾ പിരിക്കാണ്ട്, എന്ത് പണിയങ്ങൾ ഈ പറയണ ചോദിച്ചു. അല്ല പാറനമ്പി വേഗം ചെല്ലാൻ പറഞ്ഞിട്ട്, നമ്പി യജമാനൻ വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടെ മഹാനായ അലിമരക്കാർ ആ പട്ടാളക്കാരൻ്റെ കൂടെ പൊടിപാറ്റി വരികയാണ്. പുറപ്പെട്ടാരി ഗരുമൈക്കവാ ഫിറിങ്കൂടവേ നടക്കൈ പുകലായി സൂക്കിൽ അവരാച്ചില മികവാലറുകൾ അലർക്കൈ.
അങ്ങനെ പാട്ടം പിരിക്കുന്ന ഭാഗത്തു നിന്നും നമ്പിയുടെ പട്ടാളക്കാരൻ ഇതിങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ സാധാരണ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളും പരിചയൊക്കെ ഇങ്ങനെ പൊടിപാറ്റിച്ചിട്ട് വരികയാണ്. മലപ്പുറം കുന്നിൻ്റെ മുകളിലൂടെ മലപ്പുറം അങ്ങാടിയിലൂടെയാണ് വരുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ചെറുപ്പക്കാർ മലപ്പുറം കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പാറന്നമ്മയുടെ കൊട്ടാരത്തേക്ക് വരുമ്പോൾ. അപ്പോൾ എവിടുക്കാ അലിമരക്കാരെയായി പോണത് ചോദിച്ചു. യജമാനം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പുകലായി സൂക്കിൽ അവരാച്ചില മികബാലറുകൾ എന്നവർക്ക് മലപ്പുറം കുന്നിൻ്റെ മുകളിൽ നിന്ന് ചെറുപ്പക്കാർ അലിമരക്കാരെ വരവും പട്ടാളക്കാരൻ്റെ വരവും കണ്ടപ്പോൾ ചോദിച്ചു, എല്ലാ അലിമരക്കാരെയും എവിടുക്കാ പോകണം, നികുതി പിരിച്ചൽ കഴിഞ്ഞോ ചോദിച്ചു. അല്ല, കഴിഞ്ഞിട്ടൊന്നുമില്ല. കുറുബായി ഹറജെവിടെ കണ്ടും സ്ഥിരമായ അറിന്തുരക്കൈ കുളര ചതി ചെയ്യുവാനുള്ള വെളിയാമിധണ്ടുരക്കൈ. അപ്പം അരിമരക്കാർ പറഞ്ഞു, അങ്ങനെ നമ്പി യജമാനം വിളിക്കുന്നുണ്ട്, ആളെ പറഞ്ഞയച്ചുകൊണ്ട് വിളിക്കാനേന്ന് പറഞ്ഞു. അപ്പം മലപ്പുറത്തെ ചെറുപ്പക്കാർ പറഞ്ഞു അലിമരക്കാരോട്, അലിമരക്കാരെ നിങ്ങൾ കരുതി പൊയ്ക്കോളിയും, ഒരു പക്ഷേ ഇതിൽ വല്ല ചതിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നും അലിമരക്കാർക്ക് പ്രശ്നമല്ലല്ലോ, വീരപ്പുലിയല്ലേ, ശുചായിയല്ലേ, അതൊന്നും പ്രശ്നമാക്കാതെ തൻ്റെ വാളും പരിചയം സാധാരണ കയ്യിലുണ്ടായിരുന്ന ആ വാളും പരിചയമൊക്കെ ഒന്ന് പിടിമുറുക്കി മഹാനായ അലിമരക്കാർ പട്ടാളക്കാരൻ്റെ കൂടെ പാറനമ്പിയുടെ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്ത് പടിപ്പരയുടെ മുൻഭാഗത്ത് എത്തിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുക എന്നറിയണ്ടേ? അതടുത്ത എപ്പിസോഡിൽ.